അവരുടെ അസ്ഥിയെ ഒരുമിച്ച് കൂട്ടാൻ നമുക്ക് കഴിയില്ലെന്നാണോ അവർ വിചാരിച്ചിട്ടുള്ളത്? മരണപ്പെട്ടു പോയ മനുഷ്യന്റെ അസ്ഥിപഞ്ജരങ്ങൾ, ഖബറിൽ ചെതറിക്കിടക്കുന്ന അസ്ഥിപഞ്ജരങ്ങൾ കാലവും കൊല്ലങ്ങളും കഴിഞ്ഞാൽ മണ്ണോട് ചേർന്നിട്ടും ചേരാതെ കിടക്കുന്ന അസ്ഥിയുടെ അംശങ്ങൾ ഏത് ഖബറിലും പോയാൽ ഈ ഭൂമുഖത്തൂടെ നടന്നുപോയിരുന്ന എത്രയെത്ര ആളുകളുടെ അസ്ഥിപഞ്ജരങ്ങൾ ഖബറിന്റെ ശിലാഗുഹകൾക്കകത്ത് നിന്ന് കണ്ടെടുക്കാൻ കഴിയും. ആ അസ്ഥിപഞ്ജരങ്ങളെ ഒരുമിച്ച് കൂട്ടാൻ കഴിയില്ലെന്നാണോ അവർ വിചാരിച്ചിട്ടുള്ളത്? ബലാ ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാന. പക്ഷേ അവർ ഓർക്കാതെ പോകുന്ന ഒരു സത്യമുണ്ട്. ഈ അസ്ഥികളെ ഒരുമിച്ച് കൂട്ടാൻ ദൈവത്തിന് കഴിയുമോ എന്ന് ശങ്കിക്കുന്നവർ ഓർക്കാതെ പോകുന്ന ഒരു സത്യമുണ്ട്. അവന്റെ വിരലടയാളം ശരിപ്പെടുത്തിയവനാണ് നാം. അവന്റെ വിരലടയാളം ശരിപ്പെടുത്താൻ നമുക്ക് കഴിയുമെങ്കിൽ എന്തുകൊണ്ട് അവന്റെ അസ്ഥിപഞ്ജരങ്ങളെ ഒരുമിച്ച് കൂട്ടാൻ കഴിയില്ല? ലോകം ഒരുപാട് വളർന്നു. ക്രിമിനലോളജി, കുറ്റങ്ങൾ തെളിയിക്കുന്ന ശാസ്ത്രം ഒരുപാട് വളർന്നു. എങ്ങനെ വളർന്നിട്ടും ഇതിന് മാറ്റില്ല. കുറ്റവാളിയെ തെളിയിക്കാൻ അന്നും ഇന്നും ഏറ്റവും നല്ല ഉപാധി വിരലടയാളം. ഓരോ വ്യക്തിക്കും ഒരു വിരലടയാളം. അത് ശരിപ്പെടുത്തിയ ദൈവത്തിന് മരണശേഷം മനുഷ്യന്റെ അസ്ഥിപഞ്ജരങ്ങളെ ഒരുമിച്ച് കൂട്ടാൻ വല്ല പ്രയാസവുമുണ്ടോ?